നമസ്കാരം, ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഈ അധ്യായത്തിലൂടെ ചില പ്രധാന കാര്യങ്ങൾ വിശദമായി തന്നെ മനസ്സിലാക്കാം. ഏവരും ഒരു നിമിഷം സാക്ഷാൽ ഭഗവാൻ പരമശിവനെ വന്ദിച്ചുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ കേൾക്കുക. ഭഗവാന്റെ വിശേഷപ്പെട്ടതായ നാമങ്ങൾ നിങ്ങൾക്ക് കമന്റായി രേഖപ്പെടുത്താവുന്നതാണ്. അപ്പോൾ ഏവരും ഒരു കാര്യം മനസ്സിലാക്കണം, ഇതൊരു ജനറൽ റീഡിംഗ് തന്നെയാണ്. അതിനാൽ നിങ്ങളുടെ ജീവിതവും ജീവിത സാഹചര്യങ്ങളുമായും ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കണം നിങ്ങൾ സ്വീകരിക്കേണ്ടത്. മറ്റു കാര്യങ്ങൾ പൂർണ്ണമായും നിങ്ങൾ ഒഴിവാക്കേണ്ടതാണ്. അപ്പോൾ ഭഗവാനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ ഈ സമയം നിങ്ങൾ ശാന്തമായിരിക്കണം എന്നാണ് ഭഗവാൻ നിങ്ങളോട് പരാമർശിക്കുന്നത്. മനസ്സിൽ പല കാര്യങ്ങളും വിഷമതകളും കൊണ്ട് നടക്കുന്നവർ തന്നെയാണ് നിങ്ങൾ എന്ന് നിസ്സംശയം പറയാം. ആ വിഷമകരമായ സാഹചര്യങ്ങളിൽ നിന്നും ഒരു മാറ്റം നിങ്ങൾ ആഗ്രഹിക്കുന്നു എങ്കിൽ അത് സാധ്യമാകാവുന്ന സാഹചര്യമുണ്ട്. ഈ സമയം നിങ്ങൾക്ക് വേണ്ടി നിശ്ചലമായി തന്നെ ചില കാര്യങ്ങൾ നിൽക്കുന്നതായ സാഹചര്യമുണ്ട്. നിങ്ങളുടെ ചിന്തകൾ എല്ലാം ശാന്തമായി വയ്ക്കേണ്ടത് അനിവാര്യമാണ് എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. ഈ സമയം നിങ്ങൾ മനസ്സിലാക്കാൻ പോകുന്നത് ചില പ്രധാന കാര്യങ്ങൾ തന്നെയാണ്. ആ കാര്യങ്ങൾ കൃത്യതയോടെ മനസ്സിലാക്കി തന്നെ മുന്നോട്ട് പോകണം. നിങ്ങളുടെ ജീവിതത്തിന്റെ ഗതി തന്നെ മാറ്റുവാനുള്ള ഒരു ഇടപെടലായി തന്നെ ഇതിനെ പരാമർശിക്കുവാൻ സാധിക്കുകയും ചെയ്യും എന്നുള്ളതാണ്. ഈ സമയം ഈ കാര്യങ്ങൾ കേൾക്കുന്നത്, നിങ്ങൾക്ക് കേൾക്കുവാൻ സാധിച്ചിട്ടുള്ളത് അത് സാധാരണമായ ഒരു കാര്യമല്ല എന്നുള്ളതാണ്. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലമായി തന്നെ ഭഗവാൻ നിലയുറപ്പിച്ചിരിക്കുന്ന സാഹചര്യം ജീവിതത്തിൽ ഉണ്ട് എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പ്രവർത്തിച്ചിട്ടുള്ളതായ കാര്യങ്ങൾ ഈശ്വരൻ തന്നെ ആ കഠിനാധ്വാനങ്ങൾക്ക്, നിങ്ങൾ ചെയ്യുന്നതായ പ്രവർത്തികൾക്ക് ഒരു ഫലം നൽകുന്നതായ സാഹചര്യം ഇവിടെ രൂപപ്പെടും എന്നുള്ളതാണ് വാസ്തവം. ഈ സമയം തീർച്ചയായും നിങ്ങളുടെ പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ അത് മറികടന്ന് മുന്നോട്ട് പോകുവാൻ സാധിക്കാവുന്ന സാഹചര്യങ്ങൾ ജീവിതത്തിൽ രൂപപ്പെടാവുന്നതാണ്. ഈ സമയം നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ സമൃദ്ധിയുടെ അല്ലെങ്കിൽ നിങ്ങൾക്ക് അനുകൂലമാകാവുന്ന പല കാര്യങ്ങളുടെയും ഒരു സൂചന നിങ്ങൾക്ക് ലഭിച്ചു തുടങ്ങും എന്നുള്ളതാണ് വാസ്തവം. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ ചില അനുകൂലമായ കാര്യങ്ങൾ തെളിയാൻ പോവുകയാണ് എന്നത് വാസ്തവം തന്നെയാണ്. പലപ്പോഴും നിങ്ങൾക്ക് അറിയുന്നതായ സാഹചര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ട് എന്നതും വാസ്തവമാണ്. നിങ്ങളുടെ കരച്ചിലുകൾ പലപ്പോഴും പലരും കാണാറില്ല എന്നത് വാസ്തവമാണ്. നിങ്ങൾ ഒളിപ്പിച്ചു വച്ചിരിക്കുന്നതായ ആ വേദനകൾ, പുഞ്ചിരിക്ക് പിന്നിലുള്ള ആ വേദനകൾ, അത് മറ്റുള്ളവർ മനസ്സിലാക്കാത്തതായ സാഹചര്യം അല്ലെങ്കിൽ കണ്ടില്ല എന്ന അവർ നടിക്കുന്നതായ സാഹചര്യമുണ്ട്. ഈ സമയം തീർച്ചയായും നിങ്ങളിൽ ധൈര്യമുണ്ട് എന്ന് കാണുവാനായി സാധിക്കുന്നു. അത് നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ നേടിയെടുത്തിട്ടുള്ളതായ ധൈര്യം തന്നെയാണ് എന്ന് പറയാം. നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നതായ ഭാരങ്ങൾ അത് മറച്ചു വയ്ക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കുന്നു എന്നുള്ളതാണ്. ഈ സമയം നിങ്ങളുടെ ജീവിതം വളരെ ദുഷ്കരമായി തീരാവുന്ന ഒരു സാഹചര്യമുണ്ട്. പല സമയങ്ങളിലും നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും വളരെ വിഷമകരമായ സാഹചര്യത്തിലേക്ക് നീങ്ങിയിരുന്ന സാഹചര്യമുണ്ട്. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും സഹിച്ച് മുന്നോട്ട് പോകുന്ന വ്യക്തികൾ തന്നെയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതായ സംശയങ്ങൾ, വേദനകൾ, ഇതെല്ലാം ഭഗവാൻ തന്നെ മനസ്സിലാക്കിയിരിക്കുന്ന സാഹചര്യമുണ്ട് എന്നതാണ് വാസ്തവം. അതിനാൽ തന്നെ ഈ സമയം നിങ്ങൾ അനുഭവിച്ചു പോരുന്ന പ്രയാസങ്ങൾ അത് ധനപരമാകാം, അല്ലെങ്കിൽ ധനപരമായ മറ്റ് വിഷമതകളാകാം. ഇത്തരം കാര്യങ്ങളിലെല്ലാം ഭഗവാൻ നിങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്നു എന്ന കാര്യം ഈ സമയം നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായും പല കാര്യങ്ങളിലും
നിങ്ങളെ പ്രതീക്ഷ നഷ്ടപ്പെട്ടു എന്നൊരു ചിന്തയുണ്ട് എങ്കിൽ അത് പൂർണ്ണമായും ഒഴിവാക്കപ്പെടേണ്ടത് അനിവാര്യം തന്നെയാണ്. ഈ സമയം തീർച്ചയായും നിങ്ങളുടെ ജീവിതം പല കാര്യങ്ങളിലും വെന്തുരുകുന്നതായ സാഹചര്യമുണ്ട്. എങ്കിൽ പോലും നിങ്ങൾ ഒറ്റയ്ക്കായിരുന്നില്ല എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. ഈ സമയം നിങ്ങൾ തളരുമ്പോൾ ഭഗവാൻ തന്നെ നിങ്ങളെ കൈപിടിച്ചുയർത്തിയതായ ഒരു സാഹചര്യം ജീവിതത്തിൽ ഉണ്ടായിരുന്നു എന്ന കാര്യം നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. ഈ സമയം പല കാര്യങ്ങളിലും നിങ്ങളുടെ തയ്യാറെടുപ്പുകൾ ഫലം കാണാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങും എന്നുള്ളതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ പല അനുഗ്രഹങ്ങളും അത് ജീവിതത്തിൽ കടന്നു വരാവുന്ന സമയമാണ്. നിങ്ങളുടെ മനസ്സിനെ പാകപ്പെടുത്തുന്നതായ പല സാഹചര്യങ്ങളും ജീവിതത്തിൽ രൂപപ്പെടാം എന്ന കാര്യം ഓർക്കുക. ഈ സമയം നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ വളരെയധികം കണ്ണ് നിറഞ്ഞിരിക്കുക മാത്രമല്ല, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒഴുക്കിയിരിക്കുന്നതായ ആ കണ്ണീര് അത് വെറുതെ ആകില്ല എന്ന കാര്യം നിങ്ങൾ പ്രത്യേകം ഓർക്കേണ്ടതായിട്ടുണ്ട്. ഈ സമയം നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ നിങ്ങളുടെ ശക്തി 10 മടങ്ങായി വർദ്ധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പ്രവേശിക്കുവാൻ സാധിക്കും എന്നുള്ളതാണ് വാസ്തവം. ഈ സമയം തീർച്ചയായും നിങ്ങളെ ശക്തി വർദ്ധിപ്പിച്ച് നിങ്ങൾക്ക് വളരെയധികം പോരാട്ട വീര്യം എല്ലാ കാര്യങ്ങളിലും പ്രകടമാക്കുവാൻ സാധിക്കും എന്ന കാര്യം പ്രത്യേകം ഓർക്കേണ്ടതായിട്ടുണ്ട്. ഭയമാണ് പലപ്പോഴും നിങ്ങളെ വേട്ടയാടുന്ന ഒരു കാര്യം. ആ ഭയത്തെ ഇല്ലാതാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതും വാസ്തവം തന്നെയാണ്. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് പ്രകാശത്തിലേക്ക് പ്രവേശിക്കുവാൻ സാധിക്കും എന്നുള്ളതും വാസ്തവമാണ്. പല കാര്യങ്ങളിലും ഉണ്ടായിരിക്കുന്ന ഭയം അതൊരു മിഥ്യയാണ് എന്ന കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും എന്നുള്ളതാണ്. ഭയത്തെ തരണം ചെയ്ത് മനസാന്നിധ്യത്തോടെ മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കാവുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ സമയം എന്താണോ നിങ്ങളുടെ ജീവിതത്തിൽ തെറ്റായിട്ടുള്ളത് അതിനെക്കുറിച്ച് കൃത്യമായ ഒരു ബോധ്യം നിങ്ങളിലേക്ക് വന്നു ചേരാം. വിശ്വാസം ഉറച്ച ശബ്ദത്തിൽ തീർച്ചയായും വിശ്വാസത്തോടെ മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കുന്ന സാഹചര്യം തന്നെയാണ് വന്നു ചേരുക. ഈ സമയം എല്ലാം ശരിയാകും എന്ന കാര്യം നിങ്ങൾ ഓർക്കണം. ഈ സമയം പല കാര്യങ്ങളിലും നിങ്ങളെ പലരും തളർത്തുവാൻ ശ്രമിക്കുമ്പോൾ പോലും വിശ്വാസം അത് നിങ്ങൾക്ക് വർദ്ധിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും. നിങ്ങളെ ഉയരങ്ങളിലേക്ക് നയിക്കുവാൻ സാധിക്കാവുന്ന ഒരു സാഹചര്യം ജീവിതത്തിൽ രൂപപ്പെടാം എന്നുള്ളതാണ് വാസ്തവം. ഈ സമയം പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലമാവുകയും നിങ്ങളുടെ സാന്നിധ്യം നിങ്ങൾക്ക് പല കാര്യങ്ങളിലും മറ്റുള്ളവർക്ക് പോലും അത് വളരെ ഗുണകരമാകാവുന്ന സാഹചര്യമുണ്ട് എന്നുള്ളതാണ്. ഈ സമയം നിങ്ങൾ മനസ്സിലാക്കേണ്ട പ്രധാന കാര്യം നിങ്ങളുടെ ജീവിതത്തിലുള്ള വിഷമതകൾ എല്ലാം ഭഗവാന് മുന്നിൽ സമർപ്പിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് എന്നുള്ളതാണ്. ദൈവികമായ ഒരു പങ്കാളിത്തത്തിന്റെ തുടക്കം തന്നെയാണ് നിങ്ങളിൽ ഉള്ളത് എന്ന കാര്യം ഓർക്കുക. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും തകരുവാനുള്ള ഒരു സൂചന ഉണ്ടാകാം എങ്കിലും അതിൽ ഭഗവാൻ അനുവദിക്കില്ല എന്നുള്ളതാണ് വാസ്തവം. ഈ സമയം തീർച്ചയായും നിങ്ങൾക്ക് ധൈര്യത്തോടെ മുന്നോട്ട് പോകുവാൻ സാധിക്കും. പല കാര്യങ്ങളെയും മനോഹരമാക്കി തന്നെ ഭഗവാൻ അത് മാറ്റുന്നതായ സാഹചര്യം ജീവിതത്തിൽ ഉണ്ടാകാം എന്നുള്ളതാണ്. ഈ സമയം തീർച്ചയായും ഭഗവാന്റെ കരങ്ങളിൽ നിങ്ങൾ സുരക്ഷിതരാണ് എന്ന കാര്യം നിങ്ങൾക്ക് ബോധ്യപ്പെടാവുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ഈ സമയം നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ താങ്ങായി ഭഗവാൻ ഒപ്പം നിൽക്കുന്ന ഒരു സാഹചര്യം ജീവിതത്തിൽ ഉണ്ടാകാം എന്നുള്ളതാണ്. പലപ്പോഴും നിങ്ങൾ നേരിടുന്നതായ പ്രശ്നങ്ങളിൽ ഒന്ന് നിങ്ങളുടെ പ്രാർത്ഥനകൾ പലപ്പോഴും ഫലം കാണുന്നില്ല എന്നത് വാസ്തവം തന്നെയാണ്. പലപ്പോഴും നിങ്ങളുടെ ജീവിതത്തിലെ ക്ഷമ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യവും ജീവിതത്തിലുണ്ട്. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടതായ കാര്യം ഓരോ നിമിഷത്തിലും അതിൽ നിന്നും ഒരു മാറ്റം ഉണ്ടാകാം എന്നുള്ളതാണ്. ക്ഷമയ്ക്ക് പ്രാധാന്യം നൽകി തന്നെ മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. കാലതാമസം പല കാര്യങ്ങളിലും ഉണ്ടാകാം എങ്കിലും
ആ കാലതാമസത്തെ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്യും എന്നുള്ളതാണ്. നിങ്ങളിലേക്ക് വരാനുള്ളതായ അനുഗ്രഹങ്ങൾ, വിജയങ്ങൾ, അതെല്ലാം നിങ്ങൾക്ക് താങ്ങായി മാറുന്ന സാഹചര്യങ്ങൾ രൂപപ്പെടാം എന്നുള്ളതാണ്. ഈ സമയം നിങ്ങൾക്ക് കരുത്ത് കാട്ടി മുന്നോട്ട് പോകുവാൻ സാധിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് ജീവിതത്തിൽ ഉള്ളത് എന്ന കാര്യം ഓർക്കുക. നിങ്ങളുടെ അടിത്തറ നിങ്ങൾക്ക് ബലപ്പെടുത്തുവാനും മുന്നോട്ട് പോകുവാനും പല കാര്യങ്ങളും ഉറപ്പിക്കുവാൻ അല്ലെങ്കിൽ ഉറച്ച വിശ്വാസത്തോടെ മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഈ സമയം ഏതൊരു പ്രതിസന്ധി ഘട്ടത്തെയും തകർക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. അതിനാൽ അതിനു മുൻപിൽ നിങ്ങൾ കീഴ്പ്പെടാൻ പാടില്ല എന്ന് തന്നെയാണ് ഭഗവാൻ സന്ദേശമായി നിങ്ങൾക്ക് നൽകുന്നത്. ഈ സമയം പല കാര്യങ്ങളും വളരെ വ്യത്യസ്തം തന്നെയാണ്. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കഠിനമായ പരീക്ഷണങ്ങൾ കടന്നു വരുന്നു എന്നുള്ളത് വാസ്തവമാണ്. എന്നാൽ ഈ പരീക്ഷണങ്ങൾ മുൻപും സംഭവിച്ചിട്ടുള്ളതാണ് എന്നതും നിങ്ങൾ ഓർക്കണം. ഈ പരീക്ഷണങ്ങൾ പലപ്പോഴും നിങ്ങളെ ശക്തരാക്കി തീർക്കുവാൻ സഹായിച്ചിട്ടുണ്ട് എന്നതും വാസ്തവമാണ്. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ യുക്തിക്ക് അതീതമായി തന്നെ ചില കാര്യങ്ങൾ സംഭവിക്കുകയും ക്ഷമ നിങ്ങൾ പഠിച്ചിരിക്കുന്നതായ സാഹചര്യം ജീവിതത്തിലുണ്ട് എന്നുള്ളതും വാസ്തവം തന്നെയാണ്. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും പൂർണ്ണമായും തയ്യാറാകുന്ന സാഹചര്യമാണ് രൂപപ്പെടുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഭഗവാൻ പ്രദാനം ചെയ്യുന്നത് വിജയങ്ങൾ തന്നെയാണ്. ആ വിജയങ്ങൾ തന്നെയാണ് ഭഗവാൻ നിങ്ങളുടെ കൈകളിലേക്ക് നൽകുക എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. പല കാര്യങ്ങളിലും നിങ്ങൾ വളരെയധികം വിഷമിക്കുന്നതായ സാഹചര്യമുണ്ട് എങ്കിൽ അതിൽ നിന്നും ഒരു മാറ്റം സംഭവിക്കാം എന്നുള്ളതാണ്. ശ്രേഷ്ഠമായ പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാവുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് പല കാര്യങ്ങളും കടന്നു വരുന്ന ഒരു സാഹചര്യമുണ്ട് എന്ന കാര്യം ഓർക്കുക. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ വാതിലുകളും അത് തുറക്കപ്പെടുകയോ അല്ലെങ്കിൽ അത് തുറന്ന് ലഭിക്കുവാനുള്ള സാധ്യതകളോ വഴികളോ നിങ്ങൾക്ക് മുൻപിൽ തെളിയാം എന്നുള്ളതാണ്. പലപ്പോഴും ജീവിതത്തിൽ പല നഷ്ടങ്ങളും സംഭവിക്കുന്നവർ തന്നെയാകാം നിങ്ങൾ. എന്നാൽ ആ നഷ്ടങ്ങളെ കുറിച്ച് ഓർത്ത് ഒരിക്കലും നിങ്ങൾ വിലപിക്കരുത് എന്ന കാര്യം ഓർക്കുക. ഈ സമയം മഹത്തായ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നത് ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും അകന്ന് പോയതിനു ശേഷമാകാം. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായും ഉണ്ടായിരിക്കുന്നതായ സഹനത്തിന് ഒരു അവസാനം സംഭവിക്കുകയോ ചില വിജയങ്ങൾ കടന്നു വരാവുന്ന ഒരു സാഹചര്യം രൂപപ്പെടുകയോ ചെയ്യാം എന്നുള്ളതും വാസ്തവം തന്നെയാണ്. ഇത് ആഘോഷത്തിന്റെയും വിജയത്തിന്റെയും ഒരു സമയമായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കുകയും ചെയ്യാം. ഈ സമയം നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഫലം കാണാത്തതായ സാഹചര്യമുണ്ട് എങ്കിൽ അതിൽ ഒരു മാറ്റം സംഭവിക്കാവുന്ന അനുഗ്രഹം സമാഗതമായിരിക്കുന്നതായ സാഹചര്യം, അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ചേർന്നിരിക്കുന്നതായ സാഹചര്യമുണ്ട് എന്നുള്ളതാണ്. ജീവിതം ഈ സമയം നിങ്ങൾക്ക് ആരംഭിക്കുവാൻ സാധിക്കുകയും നിങ്ങളുടെ പ്രവർത്തികൾ നിങ്ങൾക്ക് കൂടുതൽ ഗുണം ചെയ്യുന്നതായ സാഹചര്യങ്ങൾ ഉണ്ടാകാം എന്നുള്ളതാണ്. ഈ സമയം സമൃദ്ധി പല കാര്യങ്ങളിലും പ്രകടമാകാവുന്ന സാഹചര്യങ്ങളുണ്ട്. ഈ സമയം പല കാര്യങ്ങളിൽ നിന്നും നിങ്ങൾക്ക് പൂർണ്ണമായ ഒരു മോചനം ഉണ്ടാകാവുന്ന സാഹചര്യമുണ്ട് എന്നുള്ളതാണ് വാസ്തവം. ഈ സമയം നിങ്ങൾ ദുർബലരായ വ്യക്തിയായി കണക്കാക്കുവാൻ സാധിക്കുന്നതല്ല. ദൈവാംശം നിങ്ങളിലുണ്ട് എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. ദൈവാംശം തന്നെയാണ് നിങ്ങളിൽ കുടികൊള്ളുന്നത് എന്ന കാര്യം പ്രത്യേകം ഓർക്കണം. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളിലും ശക്തി നിങ്ങൾക്ക് തേടുവാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ഈ സമയം നിങ്ങളുടെ ദൈവാംശമായ ആത്മാവ് ഉറങ്ങിക്കിടക്കുന്നതായ ആ ദൈവാംശമായ ആത്മാവിനെ ഉണർത്തുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ്. ഈ സമയം തിളങ്ങുവാൻ നിങ്ങൾക്ക് സാധിക്കുന്ന ഒരു സാഹചര്യം ഇവിടെ രൂപപ്പെടാം എന്നുള്ളതാണ് വാസ്തവം. പല കാര്യങ്ങളും നിങ്ങൾക്ക് ഈ സമയം അപ്രകാരം സംഭവിക്കുമോ എന്നൊരു ചിന്ത പോലും ഉണ്ടാകാം എന്നുള്ളതാണ്. ചില കാര്യങ്ങൾ നിങ്ങൾക്ക് വിശ്വസിക്കുവാൻ പെട്ടെന്ന്
സാധിക്കണം എന്നില്ല. ഈ സമയം പല കാര്യങ്ങളിലും നിങ്ങൾക്ക് കൃത്യമായി സംസാരിക്കുവാൻ സാധിക്കും. കൃത്യമായി സംസാരിച്ച് മുന്നോട്ട് പോകുവാനും പുരോഗതിക്കുള്ള അവസരങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും എന്നുള്ളതാണ്. ഈ സമയം പല വിധത്തിലും സഹായങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സിദ്ധിക്കാവുന്ന ഒരു സമയമുണ്ട്. ഈ സമയം പല കാര്യങ്ങളും ഭഗവാൻ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്ന ഒരു സാഹചര്യം ജീവിതത്തിലുണ്ട് എന്നുള്ളതാണ്. വിശ്വാസത്തോടെ തന്നെ ഈ സമയം നിങ്ങൾ മുന്നോട്ട് പോകണം. കാരണം നിങ്ങൾക്ക് മുൻപിൽ ഓരോ വാതിലുകളായി തുറക്കപ്പെടുന്ന ഒരു സാഹചര്യം രൂപപ്പെടാം എന്നുള്ളതാണ് വാസ്തവം. പലപ്പോഴും നിങ്ങളുടെ ഹൃദയം പലരും തകർത്തിരിക്കുന്നതായ സാഹചര്യമുണ്ട് എന്നുള്ളതും വാസ്തവം തന്നെയാണ്. ഈ സമയം തീർച്ചയായും പല വ്യക്തികളും നിങ്ങളെ പിന്നിൽ നിന്നും കുത്തിയതായ സാഹചര്യം പോലുമുണ്ട്. പല കാര്യങ്ങളിലും നിങ്ങളെ പലരും മുറിവേൽപ്പിച്ചു എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് മനസ്സിലുണ്ടായിരിക്കുന്നതായ മുറിവുകൾ തന്നെയാണ്. അപമാനങ്ങൾ നേരിട്ടതായ സാഹചര്യമുണ്ട്. വേദനകൾ നിങ്ങൾ അനുഭവിച്ചു പോന്നിരുന്നതായ സാഹചര്യമുണ്ട്. എന്നാൽ ഈ സമയങ്ങളിലെല്ലാം ഭഗവാൻ നിങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്നു. കാരണം പല വിഷമകരമായ കാര്യങ്ങളെയും ഭഗവാൻ തരണം ചെയ്യുകയും നിങ്ങളെ ആരാണോ ഉപദ്രവിച്ചത്, നിങ്ങൾക്ക് എതിരായി നിന്നത് ആരാണോ, അത്തരം വ്യക്തികൾക്ക് തീർച്ചയായും അഥവാ നിങ്ങളെ ഉപദ്രവിച്ചവർക്ക് മറുപടി കാലം തന്നെ നൽകും എന്ന വ്യക്തമായ സൂചന തന്നെയാണ് ഇവിടെ ലഭിച്ചിട്ടുള്ളത്. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഒരിക്കലും നിങ്ങൾക്ക് ഈ സമയം മറ്റുള്ളവരുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്ന വിഷമതകളിൽ ഒരു പരിഹാരമോ അവർക്ക് നിങ്ങളെ ഉപദ്രവിക്കാൻ സാധിക്കാത്തതായ അവസ്ഥയോ നിങ്ങളെ ശക്തി ക്ഷയിക്കാതിരിക്കുവാൻ നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ കൃത്യതയോടെ മുന്നോട്ട് പോകുവാൻ സാധിക്കും. ഈ സമയം പല കാര്യങ്ങളിലും കൃത്യമായ ഒരു പരിവർത്തനം സൃഷ്ടിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങളുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്നതായ ആ ദൈവാംശമായ ആത്മാവിനെ ഉണർത്തുവാനും മുന്നോട്ട് കൃത്യമായി നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കുകയും ചെയ്യാം എന്നുള്ളതാണ്. ഈ സമയം നിങ്ങൾ മനസ്സ് വളരെയധികം ശാന്തമായിരിക്കേണ്ടത് അനിവാര്യമാണ്. ഈ സമയം യഥാർത്ഥമായ സ്വാതന്ത്ര്യം നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു സാഹചര്യം ഇവിടെ രൂപപ്പെടും എന്നുള്ളതാണ്. അത് മനസ്സിലാക്കി തന്നെ മുന്നോട്ട് പോകുവാനും യഥാർത്ഥമായ സ്വാതന്ത്ര്യത്തെ മനസ്സിലാക്കുന്നതോടൊപ്പം ചില അത്ഭുതകരമായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതായ ഒരു സാഹചര്യം ഇവിടെ രൂപപ്പെടും എന്നുള്ളതാണ്. നിങ്ങൾ പ്രതീക്ഷിക്കുന്നതോ പ്രതീക്ഷിക്കാത്തതോ ആയ അത്ഭുതകരമായ ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് ഇവിടെ സംഭവിക്കുന്നു എന്ന സൂചന തന്നെയാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഈ സമയം തീർച്ചയായും ഭഗവാൻ നിങ്ങൾക്കൊപ്പമുണ്ട് എന്ന ശുഭാപ്തി വിശ്വാസവും നിങ്ങളിൽ ഉണ്ടാകേണ്ടത് അനിവാര്യമാണ്. ധൈര്യത്തോടെ തന്നെ ഈ സമയം നിങ്ങൾ മുന്നോട്ട് പോകണം. അവസരങ്ങളാണ് ഭഗവാൻ നൽകുക. കൂടാതെ ഈ സമയം ഭഗവാൻ നിങ്ങളിലേക്ക് നൽകിയിരിക്കുന്നതായ ആ പോസിറ്റീവായ ഊർജത്തെ അത് നിങ്ങൾ നിങ്ങളിലേക്ക് സ്വീകരിച്ച് തന്നെ മുന്നോട്ട് പോകണം.